സുന്നി പണ്ഡിതന്മാർ പലകുറി ആവർത്തിച്ചു പറഞ്ഞു, സലഫികളെ സ്ത്രീകളെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത്. അത് ഉത്തമ നൂറ്റാണ്ടിൽ ജീവിച്ച സലഫു സ്വാലിഹീങ്ങളുടെ മാതൃകയല്ല. അന്നെല്ലാം സലഫികൾ പറഞ്ഞുകൊണ്ടിരുന്നത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകേണ്ടവരാണ്, സ്ത്രീകളെ പ്രതിഫലത്തെ തടയാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദല്ലാഹ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ വ്യാപകമായി പള്ളിയിലേക്ക് ഇറക്കി. എന്നാൽ ഇന്ന് അൽഹംദുലില്ലാഹ് സലഫി പ്രസ്ഥാനത്തിന് വലിയ ഒരു മാറ്റം വന്നിരിക്കുകയാണ്. വലിയ ഒരു മാറ്റം. ഒരു സലഫി പള്ളിയുടെ പോസ്റ്റർ ഇങ്ങനെയാണ്. കർണാടക ഭാഗത്ത് ഒരു പള്ളിയുടെ പോസ്റ്റർ. സ്ത്രീകൾക്ക് പ്രോട്ടോകോൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്, നിയമങ്ങൾ. ആ നിയമങ്ങൾ സുഗന്ധം പാടില്ല, അലങ്കാര വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല, ശബ്ദമുണ്ടാക്കുന്ന ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല, വർണ്ണവർണ്ണത്തിലെ വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല. ഇതൊക്കെ പറയുന്നുണ്ട്. അതോടുകൂടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താ? ഫിത്ന ഉണ്ടാകാൻ സാധ്യതയുള്ള കന്യകകളായ സ്ത്രീകളും യുവതികളും വരാൻ പാടില്ല. അൽഹംദുലില്ലാഹ് പണ്ട് എല്ലാവർക്കും നിരുപാധികം പള്ളിയിലേക്ക് വരാം എന്ന് പറഞ്ഞ വഹാബികൾ, സലഫികൾ ഇന്ന് ഉപാധി വെച്ചിരിക്കാം, യുവതികൾ വരാൻ പാടില്ല എന്ന്. ഞാൻ ചോദിക്കുകയാണ്, ഇതിന്റെ ആദ്യത്തിൽ ഒരു ഹദീസും കൂടി കൊടുത്തിട്ടുണ്ട്, ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലക്കരുത് എന്ന്. അപ്പൊ നിങ്ങൾ തന്നെ അതിന്റെ താഴെ നിങ്ങൾ ആരെ വിലക്കിയിരിക്കുന്നു? യുവതികളെ വിലക്കിയിരിക്കുന്നു. യുവതികളെയും കന്യകകളെയും വിലക്കാൻ നിങ്ങൾക്ക് എവിടുന്നാണ് വഹാബികളെ ഹദീസ്? ഈ ഹദീസ് അലൽ ഇത്ലാഖ്, നിരുപാധികമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഹദീസിന്റെ വാക്ക് നിരുപാധികല്ലേ? ഒരു ഉപാധിയില്ലാതെ ഒരു സ്ത്രീയെയും എന്താക്കണ്ട, അള്ളാന്റെ അടിമ സ്ത്രീ ആയിരിക്കുന്ന ഒരാളെയും വിലക്കണ്ട എന്ന് തന്നെയല്ലേ ഹദീസിന്റെ വാക്കുള്ളത്. പിന്നെ എങ്ങനെ യുവതികളെ വിലക്കി? അൽഹംദുലില്ലാഹ് മാറ്റം വന്നു. കാരണം ഇവർക്ക് ഹദീസിന്റെ അർത്ഥം ഒരൽപ്പം തിരിയാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. പിന്നെയും ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പള്ളിയിലേക്ക് വരുന്ന വഴി സുരക്ഷിതമായിരിക്കണമെന്ന്. പണ്ട് സലാം സുല്ലം എഴുതിയ ഒരു വാക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അന്യപുരുഷന്റെ കൂടെ ബൈക്കിലിരുന്നു കൊണ്ടും പള്ളിയിലേക്ക് പോകാം എന്ന് എഴുതിയവർ. അൽഹംദുലില്ലാഹ് ഇന്ന് ആ പള്ളിയിലേക്ക് പോകുന്ന വഴി സുരക്ഷിതമായിരിക്കണം, ഫിത്ന ഉണ്ടാവാൻ പാടില്ല എന്ന് പോസ്റ്ററായി നിയമമായി എഴുതി വെക്കുക. അൽഹംദുലില്ലാഹ് ഞാൻ കുറ്റം പറയല്ല, നല്ല മാറ്റാണ്. ഇങ്ങനെ മാറണം. നിങ്ങൾ പെട്ടെന്നൊന്നും പൂർണ്ണമായി മാറൂല എന്ന് നമുക്കറിയാം. എന്നാലും ഈ ഒരു മാറ്റം സ്വാഗതാർഹമാണ്. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇതൊക്കെ നിയമം പറയുമ്പോ ഇതിന്റെ ആദ്യത്തിൽ നിങ്ങൾ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട്, ലാ തംനഉ ഈമാ അല്ലാഹി മസാജിദല്ലാഹ്, അള്ളാഹിന്റെ അടിമ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലക്കരുത് എന്ന്. നിങ്ങൾ കുറെ വിലക്കുകൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ആ ഹദീസിന്റെ ബാക്കി ഭാഗവും കൂടി കൊടുക്കണമായിരുന്നു. ഇമാം അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് ഉദ്ധരിക്കുമ്പോൾ ഇതിന്റെ ബാക്കിയും കൂടി ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായി തന്നെ, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമമെന്ന് വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. മറ്റു മുഹദ്ദിസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉമ്മു മൈദിൻ സായിദി റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് ചോദിച്ച സംഭവം നമുക്കൊക്കെ അറിയാം. അത് ഞാൻ വിശദീകരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോ. നബിയെ, തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിക്കട്ടെയോ? അപ്പൊ പറയുന്നുണ്ട് നിന്റെ വീടാണ് ഉത്തമമെന്ന്. വളരെ വിശദമായി തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ നബിതങ്ങൾ പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ സ്ത്രീകളെ പള്ളിയെ തൊട്ട് വിലക്കരുത്. കാരണം ഞാൻ വിലക്കിയിട്ടുണ്ട്. അതാണ് അതിന്റെ ബാക്കി വാക്ക്. നിങ്ങൾ കൊടുക്കാത്തതും അതാണ്, ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവർക്ക് അവരുടെ വീടാണ് ഉത്തമം. ഞാൻ ചോദിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉത്തമമായി പ്രഖ്യാപിച്ചത്, ഖൈറായി പ്രഖ്യാപിച്ചതിനെ വിട്ട് ഒരു സ്ത്രീ പള്ളിയിലേക്ക് പോകുന്നതിന്റെ വിധി എന്തായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന, നബിതങ്ങളെ സുന്നത്ത് പിൻപറ്റുന്ന ഒരു സ്ത്രീയും പള്ളിയിലേക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകില്ല. വലിയ ആലിമീങ്ങൾ അവരൊക്കെ ഈ ഹദീസ് മനസ്സിലാക്കിയവരും ഈ ഹദീസ് കണ്ടവരുമാണ്. അവരൊക്കെ പറഞ്ഞത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം വീടാണ് എന്നുള്ളതാണ്. പക്ഷെ അതിനെതിരെ തിരിഞ്ഞ വഹാബികൾ ഇന്ന് വളരെ വലിയ മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നു. അൽഹംദുലില്ലാഹ്, സ്വാഗതം ചെയ്യുന്നു. ഇനിയിപ്പോ സലഫി പള്ളികളിലേക്ക് വയസ്സായ സ്ത്രീകൾക്ക് മാത്രമേ പെർമിഷൻ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അതിലും ഒരു മാറ്റം ഇനിയും വഹാബികൾക്ക് ഉണ്ടാവും. അൽഹംദുലില്ലാഹ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്